അതങ്ങനെയാണ്. ചിലപ്പോൾ CPM-ലെ ചിലർക്ക് ചില ചിത്രങ്ങളും അല്ലെങ്കിൽ ചില നിറങ്ങളും കാണുമ്പോൾ അങ്ങോട്ട് പിടിക്കില്ല. അത് മന്ത്രിമാരടക്കം പല വേദികളിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തുറന്നടിച്ചുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറെ ശ്രദ്ധ നേടുന്നത് അവിടെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് BJP അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വളരെ ആവേശത്തോടു കൂടി തന്നെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. ഇപ്പോൾ പുതിയ ഭരണകൂടം അവിടെ നിലവിൽ വന്നു. അതിനുശേഷം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ മേയറായിട്ടുള്ള VV രാജേഷ് എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നത്. ഇത്രയും കാലം മുൻ മേയറായിട്ടുണ്ടായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഭരണമായിരുന്നു. അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ അവിടെ മേയറായിരുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങൾ അതിനെ വീണ്ടും പൊളിച്ചെഴുതുകയാണ് ഇപ്പോഴത്തെ മേയർ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നിന്ന് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ ചിത്രം മാറ്റിയതുമായി ബന്ധപ്പെട്ട് മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പേരിൽ വലിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ ചിത്രം അവരുടെ മുൻപിലൂടെ തന്നെ കൊണ്ടുവന്ന് തിരിച്ച് സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ മേയർ VV രാജേഷ്. CPM നേതാവ് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന LDF ഭരണസമിതി കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നിന്നായിരുന്നു ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ചിത്രം എടുത്തു മാറ്റിയിരുന്നത്. അതേ ചിത്രം തന്നെയാണ് ഇപ്പോൾ BJP തിരിച്ച് കോർപ്പറേഷൻ പിടിച്ചെടുത്തപ്പോൾ BJP അത് തിരിച്ചെത്തിച്ചിരിക്കുന്നത്. ചിത്രം തിരിച്ചു സ്ഥാപിച്ചതോടെ കോർപ്പറേഷനിൽ വീണ്ടും LDF BJP തർക്കം ഉടലെടുത്തിട്ടുണ്ട്. 4 പതിറ്റാണ്ടിന് ശേഷമാണ് CPM-ൽ നിന്ന് കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്തത്. ഇതിന് പിന്നാലെ പല സംഭവവികാസങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള പല സംഭവവികാസങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റുപറ്റി നടന്നിരുന്നു. അതിൽ VK പ്രശാന്ത് MLA-യും BJP കൗൺസിലറുമായ R ശ്രീലേഖയും തമ്മിലുണ്ടായ തർക്കമുണ്ടായിരുന്നു. കോർപ്പറേഷനും KSRTCയും തമ്മിലുണ്ടായ ഇലക്ട്രിക് ബസ് വിവാദം എന്നിവയ്ക്ക് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ചിത്രവിവാദവും ഉണ്ടായിരിക്കുന്നത്. ഈ 2 തർക്കങ്ങളും, ആദ്യത്തേത് ഒരു മുറിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രശാന്തും അതുപോലെ തന്നെ R ശ്രീലേഖയും തമ്മിലുണ്ടായിരുന്ന തർക്കം, അത് പിന്നീട് അങ്ങ് സമാധാനത്തിന്റെ പാതയിലൂടെ പോയി. എന്നിരുന്നാലും കുറച്ച് ദിവസം അത് ചർച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം, അതിൽ ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ തന്റെ നിലപാട് ആവർത്തിക്കുക തന്നെ ചെയ്തു. VV രാജേഷും അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിച്ച് തന്നെ തുടർന്നു. ഇപ്പോൾ ഇതാ മൂന്നാമത് മറ്റൊരു ചിത്ര വിവാദം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. മുൻപ് ചിത്രം മാറ്റിയപ്പോൾ BJP ഉയർത്തിയ പ്രതിഷേധം മുഖവിലക്കെടുക്കാൻ അന്നത്തെ LDF ഭരണസമിതി തയ്യാറായിരുന്നില്ല. ചിത്രം മുൻപ് അവിടെ ഉണ്ടായിരുന്നതാണെന്നും ഇടക്കാലത്ത് ഒഴിവാക്കപ്പെട്ട ചിത്രം തിരിച്ചുവെക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് മേയർ VV രാജേഷ് ഇതിനോട് പ്രതികരിച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 1940-ൽ കോർപ്പറേഷൻ രൂപീകരിച്ചതു മുതൽ മേയറുടെ ഡയസിന് പുറകിൽ സ്ഥാപിച്ചിരുന്ന ചിത്തിര തിരുനാളിന്റെ ഫോട്ടോ ആണ് മുൻ LDF ഭരണസമിതിയുടെ അവസാന നാളിൽ നീക്കം ചെയ്തിരുന്നത്. അതായത് 1940 മുതൽ ആ ചിത്രം അവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ അധികാരത്തിലേറിയതിനു ശേഷം പിന്നീട് അത് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നത്. BJP-യുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റതിന് പിന്നാലെ ഈ ചിത്രം അവിടെ പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദം ഉടലെടുത്തിരുന്നത്. അത്രയും വർഷങ്ങളോളം പഴക്കമുള്ള അവിടെ ഉണ്ടായിരുന്ന ആ ചിത്രമായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ എടുത്തു മാറ്റിയത്. എന്നാൽ അതേ ചിത്രം തന്നെയാണ് ഇപ്പോൾ അവിടെ വീണ്ടും സ്ഥാപിച്ചിരിക്കുന്നത്. ഫോട്ടോ മാറ്റണമെന്ന് LDF-ഉം പറ്റില്ലെന്ന് ഭരണസമിതിയും അറിയിച്ചതോടെ അന്തരീക്ഷം കലുഷിതമായി. 2020-25 കാലയളവിലെ ഭരണസമിതിയുടെ അവസാന കൗൺസിൽ നടത്തുന്നതിന് തൊട്ടു മുൻപാണ് ചിത്തിര തിരുനാളിന്റെ ഫോട്ടോ അവിടെ നിന്ന് എടുത്തു മാറ്റിയത്. ആ സ്ഥാനത്ത് മഹാത്മാഗാന്ധിയുടെ ചിത്രം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അന്ന് BJP പ്രതിഷേധമുയർത്തിയെങ്കിലും ചിത്തിര തിരുനാളിന്റെ ഫോട്ടോ പഴയ സ്ഥാനത്ത് സ്ഥാപിക്കാൻ LDF ഭരണസമിതി തയ്യാറായില്ല. BJP നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതിന് പിന്നാലെ ഗാന്ധിജിയുടെയും ചിത്തിര തിരുനാളുടെയും ചിത്രങ്ങൾ അടുത്തടുത്തായി സ്ഥാപിക്കുകയായിരുന്നു. ഏതായാലും ഇതിന് താഴെ ഒരു കമന്റ് വന്നിരുന്നു.
അതിപ്രകാരമായിരുന്നു. വിദേശ ജനുസ് കാറൽ, ചെഗു, ലെനിൻ, സ്റ്റാലിൻ ഇവരുടെയൊക്കെ ഫോട്ടോ വഴിനീളെ വയ്ക്കുന്നവർക്ക് സ്വദേശി രാജാവിൻ്റെ ചിത്രം അലർജി. ശരിയാണ്, ലോകത്തിൻ്റെ പല കോണുകളിലുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ പല പാർട്ടി പരിപാടികളിലും വഴിനീളെ പ്രദർശിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അതൊന്നും പ്രശ്നമല്ലാത്തവർക്ക് ഇത് ഭയങ്കര പ്രശ്നമാണ്. അതും വർഷങ്ങളായിട്ട് 1940 മുതൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ അലർജിയായിട്ട് അത് എടുത്തു മാറ്റിയത്. പിന്നീട് അതേ ചിത്രം തന്നെയാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചത്. കോർപ്പറേഷനിൽ വലിയ രീതിയിൽ ഒരു തർക്കത്തിന് ഇടവച്ചിരിക്കുന്നു. മാത്രമല്ല മറ്റൊരു വിവാദം ഇതോടുകൂടി ഉടലെടുക്കുന്നത്. ഇനി ആയിരിക്കും മറ്റും സഖാക്കൾക്കും ഇത് കാണുമ്പോൾ അലർജിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, അദ്ദേഹം 1912 മുതൽ 1991 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയും പ്രശസ്തനുമായ മഹാരാജാവായിരുന്നു അദ്ദേഹം. 1936 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതിലൂടെയും വിദ്യാഭ്യാസ, ആരോഗ്യ, സാംസ്കാരിക മേഖലകളിലെ വികസനങ്ങളിലൂടെയും, അതായത് തിരുവിതാംകൂർ സർവകലാശാല, ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, വ്യവസായവൽക്കരണത്തിലൂടെ ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. സംഗീതജ്ഞരെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിച്ചു. സ്വാതി തിരുനാളിന്റെ കൃതികൾ പ്രചരിപ്പിക്കാൻ സംഗീത അക്കാദമികൾ സ്ഥാപിച്ചു. ഇങ്ങനെ ഒരുപാട് വികസനങ്ങൾക്ക് മേൽ മുദ്ര പതിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തെയാണ് ഇവിടെ ഒരു കൂട്ടർക്ക് അലർജി ആയിരുന്നത്. ഏതായാലും മേയർ ആര്യ വലിച്ചെറിഞ്ഞതെല്ലാം വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് പുതിയ തിരുവനന്തപുരം മേയറായിട്ടുള്ള വി രാജേഷ്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാകും തിരുവനന്തപുരം കോർപ്പറേഷൻ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും അത് പലരെയും വിരളി പിടിപ്പിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. മാത്രമല്ല അത് പലതര വിവാദങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതും സംശയമില്ല. കാരണം വലിയൊരു തിരിച്ചടിയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഭരണസമിതി കൊണ്ടുവരുന്ന കാര്യങ്ങളെ ഒരു പഴുതും പോലും ഇല്ലാതെ അതിനെ എതിർക്കും മറ്റുള്ള എതിർകക്ഷികൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അതിനെ എങ്ങനെ നേരിടും, ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണാം. അതേസമയം ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 7ലും BJPയുടെ അധ്യക്ഷന്മാരാണ്. വികസനകാര്യം കരമന അജിത്ത്, ആരോഗ്യം MR ഗോപൻ, ക്ഷേമം V സത്യാവതി, മരാമത്ത് GS മഞ്ജു, നഗരാസൂത്രണം പാറ്റൂർ M രാധാകൃഷ്ണൻ, വിദ്യാഭ്യാസം ചെമ്പഴന്തി ഉദയൻ എന്നിവരെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. MR ഗോപൻ 4ാം തവണയും കരമന അജിത്ത് മഞ്ജു 3ാം തവണയും ഉദയനും സത്യാവതിയും 2ാം തവണയുമാണ് കൗൺസിലർ ആകുന്നത്. ധനകാര്യ സമിതിയുടെ അധ്യക്ഷ ഡെപ്യൂട്ടി മേയർ GS ആശാനാഥാണ്. UDF അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് BJPയുടെ MR ഗോപനും മുടവൻമുകളിൽ നിന്നുള്ള LDF കൗൺസിലർ V ഗോപകുമാറുമാണ്. 7 വോട്ട് നേടിയാണ് MR ഗോപൻ വിജയിച്ചത്. LDFനായി വികസനത്തിൽ ശൈലജാദേവിയും, ക്ഷേമത്തിൽ സിന്ധു, നഗരാസൂത്രണത്തിൽ വീണാകുമാരിയും, വിദ്യാഭ്യാസത്തിൽ വേണുഗോപാലും, മരാമത്തിൽ പാർവതിയും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു. നികുതി അപ്പീൽ കാര്യത്തിൽ 2 അംഗങ്ങളെ കൂടി തെരഞ്ഞെടുക്കാനുള്ളതിനാൽ ഇവിടേക്കുള്ള വോട്ടെടുപ്പ് പിന്നീട് നിശ്ചയിക്കും. കാട്ടായിക്കോണത്ത് നിന്ന് ജയിച്ച LDFന്റെ സിന്ധു ശശിയാണ് നികുതി അപ്പീൽ കാര്യസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടുള്ളത്. ഇവിടെ LDFനാണ് ഭൂരിപക്ഷമുള്ളത്.